ആഗോള അയ്യപ്പ ഭക്തന്മാരെയും കേരളത്തെയും ഞെട്ടിച്ച വാർത്ത തന്നെയായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം. ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന് സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങൾ കേട്ട് അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. എന്നാൽ ഇതുവരെ കേട്ട വാർത്തകൾക്കപ്പുറം തീക്ഷ്ണമായ മറ്റു വാർത്തകൾ കൂടി കേരളം കേൾക്കാൻ പോകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിനിർണായകമായ വിവരങ്ങൾ SIT കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രജിസ്റ്റർ ചെയ്ത 2 കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് റെയ്ഡ് ചെയ്ത് SIT കണ്ടെടുത്ത അദ്ദേഹത്തിന്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നിന്നും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2 മൊബൈൽ ഫോണുകളുടെ CDRൽ നിന്നും ശേഖരിച്ച അതിനിർണായകമായ വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളെക്കാൾ തീക്ഷ്ണമായ വിവരങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനി പുറത്തു വരാനുള്ള എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഉന്നതരായി വിലസുന്ന പലരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിർണായക ബന്ധമുണ്ട് എന്നുള്ള രേഖകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2 ഫോണുകളും പരിശോധിച്ചപ്പോൾ അതിന്റെ CDR ശേഖരിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ SP ശശിധരനാണ് ഈ ഫോൺ കോളുകൾ, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണിൽ നിന്നും ശേഖരിച്ച CDRൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ SP ശശിധരൻ മാത്രമാണ് സൂക്ഷിക്കുന്നത്. മറ്റ് ഓഫീസേഴ്സിനിടയിലേക്ക് ഈ വിവരങ്ങൾ പകർന്നു പോയി അത് പുറത്തേക്ക് ചോർന്നു പോകാതിരിക്കുവാൻ വേണ്ടി അതീവ നിഗൂഢമായി തന്നെയാണ് ഈ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഉന്നതരായ ആളുകൾ എന്ന് പറയുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പലതവണ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വീട് പലതവണ സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ള വിവാദപരമായ വാർത്തകൾ പുറത്തു വരുന്നതിനിടയിൽ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനും മേലെ കേരളത്തിന്റെ സംസ്ഥാന ഭരണസിരാ കേന്ദ്രത്തിലുള്ള ഉന്നതരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ ബന്ധങ്ങൾ ഉള്ളതായി അദ്ദേഹത്തിന്റെ ഫോണിലെ CDR ശേഖരിച്ചതിൽ നിന്നും വ്യക്തമായിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ഉന്നതരുമായുള്ള ബന്ധം, അതുപോലെ തമിഴ്നാട് കർണാടക രാഷ്ട്രീയത്തിലെ ഉന്നതരുമായുള്ള ബന്ധം, കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായുള്ള ബന്ധം, ചില ഉന്നത ചലച്ചിത്ര പ്രവർത്തകരുമായുള്ള ബന്ധം എന്നിങ്ങനെ വിവിധ തലത്തിലുള്ള ആളുകളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ, നിർണായകമായ തെളിവുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണിന്റെ CDR ശേഖരിച്ചതിൽ നിന്നും SP ശശിധരന് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇനി ഈ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അന്വേഷണത്തിൽ എന്തെല്ലാം വിവരങ്ങളാണ് പുറത്തു വരാനുള്ളത്? ഇതുവരെ കേട്ടതൊന്നും നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകളായിരുന്നില്ല. ഇനി വരാനുള്ള വാർത്തകളാണ് യഥാർത്ഥത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ ഭക്തരെയും കേരളത്തെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതീവ നിഗൂഢമായ അതിനിർണായകമായ വിവരങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണിൽ നിന്നും SIT കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം EDയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് സെർച്ച് ചെയ്ത് മണിക്കൂറുകളോളം സെർച്ച് ചെയ്ത് വിലപ്പെട്ട പല രേഖകളും കണ്ടെടുക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ ഏതാണ്ട് 1,30,00,000 അടുത്തുള്ള സ്വത്തുവകകൾ കണ്ടുകെട്ടിയതായി, അതായത് മരവിപ്പിച്ചതായുള്ള വാർത്തകളും പുറത്തു വരുന്നത്. എന്നാൽ ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണിലെ വിവരങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നിടത്തോളം. ആ വിവരങ്ങളെല്ലാം പുറത്തു വരികയാണെങ്കിൽ കേരള സംസ്ഥാന സർക്കാരിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ഉന്നതന്മാരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതീവ രഹസ്യമായി നിർണായകമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് അദ്ദേഹത്തിന്റെ ഫോണിലുള്ളത്. പല ഉന്നത നേതാക്കന്മാരുമായി നടത്തിയിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പല ഉന്നതന്മാരും, അതായത് ഭരണസിരാ കേന്ദ്രത്തിലുള്ള പോലീസിന്റെ ഉന്നത തലത്തിലുള്ള പല ആളുകളും തമ്മിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിച്ചതിന്റെ വിശദമായ ശബ്ദരേഖ റെക്കോർഡ് ചെയ്തു വരെ അദ്ദേഹത്തിന്റെ ഫോണിൽ സൂക്ഷിച്ചിരുന്നത് CDR ശേഖരത്തിൽ നിന്നും SP ശശിധരന്റെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടിവിറച്ച് നിൽക്കുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. പല സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഉന്നതരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണമിടപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മനഃപൂർവ്വമാണോ ഇത്തരം ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്നത്? തന്റെ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള ബിസിനസ്സുകളിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയും വരാതിരിക്കുന്നതിന് വേണ്ടി പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാർ തുടങ്ങി ഭരണസിരാ കേന്ദ്രങ്ങളിലെ ഉന്നതരുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സൂക്ഷിച്ചിരുന്നത് തന്റെ ഇടപാടുകൾ കൃത്യമായി നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയാണോ എന്നുള്ളതെല്ലാം കൃത്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുവരെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളെക്കാൾ ഞെട്ടിക്കുന്ന മറ്റ് വിവരങ്ങളാണ് പുറത്തു വരാനിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. പല ഇടപാടുകളുടെയും ശബ്ദരേഖ അടക്കമുള്ള നിർണായകമായ പല തെളിവുകളും ഫോണിലുണ്ട്. ഇത് വരും കാല
ദിവസങ്ങളിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ ഭൂകമ്പം തന്നെ സൃഷ്ടിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ശബരിമലയിൽ 2 കേസാണ് SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് ശബരിമല ശാസ്താവിന്റെ ഉമ്മറ കട്ടിളപ്പടിയും ഉമ്മറ വാതിലും ഇളക്കിക്കൊണ്ടുപോയ ഒരു കേസ്, മറ്റൊന്ന് ശബരിമലയിലെ ശ്രീകോവിലിന് ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചുകൊണ്ടുപോയ കേസ്. 1998-99 കാലഘട്ടത്തിൽ UB ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യയാണ് ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതികൾ വഴിപാടായി നടത്തിയത്. എന്നാൽ ഈ സ്വർണ്ണ നിർമ്മിതികളെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായി അടിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. ശബരിമല ശ്രീകോവിലിന് ഇരുവശവും ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി വിദേശ മാർക്കറ്റിൽ, അതായത് അന്താരാഷ്ട്ര വിഗ്രഹ മാർക്കറ്റിൽ ആന്റിക് വാല്യൂ അനുസരിച്ച് ഏതാണ്ട് 1000 കോടി രൂപയ്ക്ക് വരെ വിറ്റുപോയിരിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണിന്റെ CDR ശേഖരിച്ചിരിക്കുന്ന SP ശശിധരന്റെ പക്കൽ കേരളത്തിലെ രാഷ്ട്രീയ പോലീസ് നേതാക്കന്മാരുടെ, അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരുടെയും തല പോകുന്ന അല്ലെങ്കിൽ തല ഉരുളുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇതിലുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ആരുടെയൊക്കെ തലകൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഉരുളും, ആരുടെയൊക്കെ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കാം.